Good morning, students. So, this is your basic science part 1 textbook. In this text, you have 5 chapters. First one is Cascades of Life, then Essence of Change, Flower to Flower, along with the motion, Food for Health. So, you have 5 chapters. In this, we are starting with the first chapter, Cascades of Life. So, what is this Cascades of Life? Casket means എന്താ കാസ്കറ്റ് ഇറ്റ്സ് മീൻസ് എ ബോക്സ്, അതായത് പെട്ടി എന്നൊക്കെ പറയും നമ്മൾ അത്. സോ ഹിയർ വൺ പിക്ചർ ഓഫ് എ ഗേൾ ഇസ് ഗിവൺ ആൻഡ് സോ ഷീ സെയിങ് ദാറ്റ് സോ പെയിൻഫുൾ അറ്റ് ദ ബൈറ്റ് ഓഫ് സച്ച് എ സ്മോൾ ഇൻസെക്റ്റ്. അല്ലേ, ഒരു ചെറിയ പ്രാണി കടിച്ചിട്ട് ഭയങ്കര പെയിനാണ് എന്ന്. സോ മിനു വാസ് വാക്കിംഗ് അലോങ് ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ഗാർഡനിലൂടെ നടക്കുകയാണ്. ഹമ്മിങ് എ ട്യൂൺ, ദാറ്റ് മീൻസ് നമ്മളിങ്ങനെ മൂളിപ്പാട്ട് പാടിയിട്ട് നടക്കൂട്ടെ അത്. ഇറ്റ് വൺ സംതിങ് പ്രിക്ഡ് ഹെർ. ആ സമയത്ത് എന്തൊരു സാധനം കടിച്ചു. ഇറ്റ്സ് സോ പെയിൻഫുൾ. ഷീ വാസ് സർപ്രൈസ്ഡ് വെൻ ഷീ സോ എ ലിറ്റിൽ ബ്ലാക്ക് ഇൻസെക്ട്സ് ഓൺ ഹെർ ഹാൻഡ്. അപ്പോൾ അവിടെ ഇങ്ങനെ തടവി നോക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരു ചെറിയ ഒരു ഇൻസെക്ട്സിനെ കിട്ടി. ഹൗ ടൈനി ദ ക്രിയേച്ചർ ഇസ്, എത്ര ചെറുതാണെന്ന്. അപ്പോൾ അത്രയും ചെറിയൊരു സാധനം കടിച്ചിട്ട് നല്ല പെയിൻ ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. ഈവൻ സ്മോളർ ദാൻ ആൻഡ്. ദർ ആർ സോ മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് അറൗണ്ട് us, ബിഗ് സ്മോൾ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഷേപ്സ് ആൻഡ് സോൺ. റൈറ്റ്, നിങ്ങൾക്ക് അറിയാം അല്ലേ, there are different types of creature. There is big one, there is small one. ഇപ്പം നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. ഒരു പല രീതിയിൽ പല തരത്തിലുള്ള ജീവനുള്ള സാധനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ഓർഗാനിസം ഗിവൻ ബിലോ ഇൻ ഓർഡർ ഓഫ് ദെയർ സൈസ്. ലെറ്റ് ദ ബിഗ്ഗസ്റ്റ് ബി ദ ഫസ്റ്റ്. ഇതിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള സാധനത്തിന് ഫസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഉള്ളതിങ്ങനെ താഴോട്ട് എഴുതുക. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വരിക, നമ്മൾ ഏറ്റവും വലുത് എഴുതുക, മേലെ അതിൻ്റെ താഴെ ചെറുതായിട്ട് എഴുതുക. അപ്പോൾ നമ്മളിത് എങ്ങനെ വരിക, ഏറ്റവും മേലെ എലിഫൻറ്റ്, അതിൻ്റെ താഴെ ക്യാമൽ, താഴെ ഹോഴ്സ്, അതിൻ്റെ താഴെ ഗോഡ്, പിന്നെ ആൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം എഴുതാൻ. ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ദ ലാൻഡ്. ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓർ ഡു യു ഹാവ് എനി സ്മോൾ ക്രിയേച്ചർ വിച്ച് ഈസ് സ്മോളർ ദാൻ ആൻഡ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ടിട്ടല്ലേ ഹാൻഡിനേക്കാൾ ചെറിയ ക്രിയേച്ചർ ഏതാണെന്ന്. ആർ ദർ ഓർഗാനിസം സ്മോളർ ദാൻ ദിസ്. അതിനേക്കാളും ചെറിയ ഓർഗാനിസംസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വോണ്ട് ദർ ബി ഈവൻ സ്മോളർ ഓർഗാനിസം ഇൻ വാട്ടർ ആൻഡ് എയർ ടു. വെള്ളത്തിലും. ഇപ്പം അറ്റ് പ്രസൻ്റ്ലി യു ആർ our nation, not our nation, the whole world is suffering because of a smallest creature which is not seen by our eye. അല്ലേ, നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്തൊരു സാധനം കൊണ്ടാണ് ഇപ്പോൾ ലോകം മുഴുവൻ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണത്? കൊറോണ വൈറസ്. അതും ഒരു ജീവനുള്ള സാധനമാണ്. ഇറ്റ്സ് എ വൈറസ്. സോ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളും ഉണ്ട്. ഷോൾ വി യൂസ് എ ഹാൻഡ് ലെൻസ് ടു സീ ദിസ് മൈന്യൂട്ട് ഓർഗാനിസം. നമുക്ക് കാണാൻ പറ്റും. ഒരു ലെൻസ് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിലുണ്ടാവും, ഒരു ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ കാണാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? ഒബ്സർവ് ആൻ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് ലെൻസ്. ഹൗ ബിഗ് ഡസ് ഇറ്റ് അപ്പിയർ. എത്ര വലുതാണ്. ഹാൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സാധനത്തിനെ കുറച്ചുകൂടി വലുതാക്കി കാണാൻ പറ്റും. നൗ ഒബ്സർവ് എ ക്രിയേച്ചർ സ്മോളർ ദാൻ ആൻഡ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഹൗ ക്യാൻ വി ഒബ്സർവ് ദ ഓർഗാനിസം ദാറ്റ് കനോട്ട് സീൻ ബൈ ദ നേക്കഡ് ഐ. ഇതിനാണ് ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസം
that cannot be seen by the naked eye can be observed through the microscope. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസത്തിന്, കാണാൻ പറ്റാത്ത സാധനത്തിനാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത്. മൈക്രോ ഓർഗാനിസത്തിന് ഒബ്സേർവ് ചെയ്യാനുള്ള സാധനമാണ് എന്ത്? മൈക്രോസ്കോപ്പ്. അപ്പം മൈക്രോ ഓർഗാനിസത്തിന് ഒബ്സർവ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? മൈക്രോസ്കോപ്പ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ് തന്നത്. ട്രൈ ഡൂയിങ് ദിസ് എക്സ്പെരിമെൻറ്റ്. മെറ്റീരിയൽസ് റിക്വയർഡ് മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ്, ഹേ സോക്ഡ് വാട്ടർ. വൈക്കോല് കുതിർത്തി വെച്ചിട്ടുള്ള വെള്ളം. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹേ സോക്ഡ് വാട്ടർ ഓൺ ദ സ്ലൈഡ്, പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ്. ഇത് നമ്മൾ സ്കൂളിൽ സാധാരണ ചെയ്യുന്ന എക്സാമ്പിളാണ്, മീൻസ് ആക്ടിവിറ്റിയാണ്. പക്ഷേ നമുക്കിപ്പം അതിന് പോസിബിൾ അല്ല. അപ്പോൾ അതിൽ പറയണത് ഈ മൈക്രോ ഓർഗാനിസത്തിന് ഈ ഒരു ആക്ടിവിറ്റിയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മൈക്രോ ഓർഗാനിസം നിങ്ങൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഷേപ്പുകൾ, ഈ 3 ഇതുപോലത്തെ ഷേപ്പുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മൈക്രോ ഓർഗാനിസം, 3 മൈക്രോ ഓർഗാനിസംസാണ്. എൻ്റെ പേരാണ് അമീബ, പാരമേഷ്യം, യുഗ്ലീന. അതായത് ഒറ്റ സെല്ലുള്ള ഓർഗാനിസമാണിത്. Haven't you learned about bacteria, virus, etc. earlier? There are also organisms that cannot be seen by the naked eye are microorganisms. So what is microorganism എന്ന് ചോദിച്ചാൽ എന്താ പറയുക? Organisms that cannot be seen by the naked eye are microorganisms. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? മൈക്രോ ഓർഗാനിസം. ഇനി ബേസിസ് ഓഫ് ലൈഫാണ്. Physiological activities takes place in microorganism too. What are their bodies made of? Find out using the given description. Okay. അപ്പോൾ ആ ഓർഗാനിസത്തിനെ കുറിച്ചാണ് പറയണത്. ആക്ടിവിറ്റീസൊക്കെ ഓർഗാനിസത്തിനും ഉണ്ട്. അപ്പോൾ നൗ സീ ദിസ് ബോക്സ്, ടൈനി യൂണിറ്റ്സ് ഓഫ് ദ ബോഡി. ഈ ബോക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ സ്റ്റഡി ദിസ് ബോക്സ് വെരി വെൽ. ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. അല്ലേ? നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈവൻ ദ ബോഡി ഓഫ് ദ ടൈനി ആൻഡ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് സച്ച് സ്മോൾ യൂണിറ്റ്. നമ്മുടെ ആൻറ്റിൻ്റെ ബോഡിയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ദീസ് സ്മോൾ യൂണിറ്റ്സ് ഓഫ് ദ ബോഡി ആർ കോൾഡ് സെൽസ്. ഇങ്ങനത്തെ നമ്മുടെ ബോഡീസൊക്കെ ഉണ്ടാക്കുന്ന ആ സ്മോൾ യൂണിറ്റ്സിനെയാണ് നമ്മൾ സെൽസ് എന്ന് പറയണത്. There are organisms with only one cell. They are unicellular organism. അപ്പോൾ ഓർഗാനിസം വിത്ത് 1 സെല്ല്, നമ്മളിപ്പോൾ കണ്ട അമീബ, പാരമേഷ്യം, യുഗ്ലീന ഒക്കെ അല്ലേ ഈ സാധനം. ഈ 3 സാധനമൊക്കെ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം. അവർ ഒറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. അമീബ, പാരമേഷ്യം, യുഗ്ലീന, ബാക്ടീരിയ etc. are unicellular organisms. Organism with more than 1 cell in their body are multicellular organism. മോർ ദാൻ 1 സെല്ലാണെന്നുണ്ടെങ്കിൽ 1 സെല്ലാണെന്നുണ്ടെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയും. ഇനി മോർ ദാൻ 1 സെല്ലാണെന്നുണ്ടെങ്കിലോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ. അതായത് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. നമുക്കൊരു സെല്ലല്ലോ അല്ല, നമുക്ക് ഒരുപാട് സെല്ലുകളുണ്ട്. ഓക്കെ. What you observed through the microscope are unicellular organism. Why is it
that these unicellular organisms are invisibly small while the ant is larger than them. അപ്പോൾ നമ്മളെ ഈ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ്, അത് ഭയങ്കര ചെറുതാണ്. അതേപോലെ ബാക്കിയുള്ളത് എന്താണ്, ഭയങ്കര വലുതുമാണ്. Why is that these unicellular organisms are invisibly small while the ant is larger than them? അപ്പോൾ ആൻറ്റ് വലുതാണ്, അതേപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസം ചെറുതാണ്. അത് എന്തുകൊണ്ടാണ്? ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് ദ ചൈൽഡ്? നോട്ട് ഡൗൺ യുവർ ഗസ്. അപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ ഉണ്ട്. ഈ കുട്ടീൻ്റെ സെല്ലും ഇയാളെ സെല്ലും. ഈ ഒരാൾ വലുതാവുമ്പോൾ അതിൻ്റെ കൂടെ സെല്ല് വലുതാവുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ വലുതാവുന്നത്, അതൊക്കെയാണ് ചോദിച്ചത്. ലെറ്റ് us observe the cells of two persons different age group to find this. മൈക്രോസ്കോപ്പ്, അതായത് നമ്മൾ ചീക്ക് സെല്ല് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. ചീക്ക് സെല്ല്, അതായത് നിങ്ങളുടെ കവിളിൽ ഉള്ളിൽ നിന്ന് ജസ്റ്റ് സ്ക്രാച്ച് ചെയ്തിട്ടാണ് ഈ സെല്ലെടുക്കുക. മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പ്യുവർ വാട്ടർ, മെത്തിലിൻ, ബ്ലൂ സ്റ്റെയിൻ, 2 ന്യൂ ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. ഇത്രയാണ് ആവശ്യമുള്ളത്. Observe the cheek cell of the child and those a teacher observe a microscope. Are these cells the same as figure as shown below? ഈ രണ്ട് സെല്ലും സെയിം ആണെന്ന് ചോദിച്ചത്. ഇവിടെ ചീക്ക് സെല്ല് കളക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. വാഷ് ദ മൗത്ത് thoroughly with clean water. സ്ക്രാപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നിങ്ങളുടെ കവിളുടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. പ്ലേസ് ദ ചീക്ക് സ്ക്രാപ്പ് ഓൺ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിലൊരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ഉണ്ടാവും, അവിടെ ആ ബ്രഷ് ഇങ്ങനെ വെക്കുക. പ്ലേസ് ദ ചീക്ക് സ്ക്രാപ്പ് ഓൺ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ സ്ലൈഡ്. സ്പ്രെഡ് ദിസ് ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിൻ. പിന്നെ അതിലേക്കൊരു സ്റ്റെയിൻ ആഡ് ചെയ്യും, ഒരു കളർ ആഡ് ചെയ്യും. കവർ ഇറ്റ് വിത്ത് ദ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ദ സ്ലൈഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ്. എന്നിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കുമ്പോൾ ഇതാ ഇതിൻ്റെ സൈഡ് കാണുന്നതൊക്കെ അതുപോലെ കളേർഡായിട്ട് കാണിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ചീക്ക് സെൽ ആൻഡ് ദ ചൈൽഡ് ആൻഡ് ദ അഡൾട്ട്? ഒരു വ്യത്യാസം കാണില്ല, ചീക്ക് സെല്ലൊക്കെ ഒരേപോലെയാണ് ഇരിക്കുക. കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ദ ഗസ് യു മെയ്ഡ്. How does the body grow without bringing about any changes to the size of the cell? സെല്ലിൻ്റെ സൈസ് വലിയ കുട്ടീൻ്റെ ആയാലും ചെറിയ കുട്ടീൻ്റെ ആയാലും ഒരേപോലെയാണ് ഉണ്ടാവുക. പിന്നെ എങ്ങനെയാണ് ഒരാൾ വലുതാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നിങ്ങൾ അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് അത് വലുതാക്കുമ്പോൾ നിങ്ങളെന്താ, വലിയ വീടും ചെറിയ വീടും ഉണ്ടാക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്പർ ഓഫ് ബ്രിക്സ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലേ. വലിയ വീടുണ്ടാക്കുമ്പോൾ എന്താണ്, കൂടുതൽ കല്ല് വേണം. ചെറിയ വീടാണെങ്കിലോ കുറച്ച് കല്ല് മതി. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്മാരെ, ഓർഗാനിസത്തിൻ്റെ കാര്യം എടുക്കുമ്പോഴും വലുതാവുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സെൽസാണ്, അല്ലാതെ സെല്ലിങ്ങനെ വലുതായി പോവുകയല്ല ചെയ്യൽ, നമ്പർ ഓഫ് സെൽസാണ് ഇൻക്രീസ് ചെയ്യൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലാണ് അടുത്ത ടോപ്പിക്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തരും, അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം ഇതിൻ്റെ അകത്തുനിന്ന്. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.